ഒന്നും പറയാനുണ്ടാവില്ല. എന്തൊരു ആവേശമായിരിക്കും എന്നറിയോ. തുടക്കത്തിൽ ഹാബിറ്റ്സ് ഒക്കെ എഴുതി വെക്കുന്നു, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കുന്നു, മന്ത്ലി പ്ലാനർ, വളരെ ആവേശത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഒരു എനർജി വരാറുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാനായിട്ട്. ആ ഒരു ആവേശത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ച പോലെ അങ്ങ് ചെയ്യും. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്ക് അതിൽ ചെറിയൊരു ആവേശത്തിൽ ചെറിയൊരു കുറവുണ്ടാവും. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്ക് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഏതെങ്കിലുമൊക്കെ ഹാബിറ്റ്സ്, രാവിലെ എഴുന്നേൽക്കുന്നതിൽ ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് എഴുന്നേൽക്കുക, ടു ഡു ലിസ്റ്റ് ആണെങ്കിലും ഒരു മൈൻഡ്ഫുൾ അല്ലാതെ കാര്യങ്ങൾ എഴുതുക, നല്ല സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊക്കെ ഉള്ളതിന് അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാൻ തുടങ്ങും. പിന്നെ 4-ാമത്തെ 5-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ആവശ്യമുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മളധികം ചിന്തിക്കാതെ ആ ഒരു മൈൻഡ് നമ്മളോട് പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇത് അങ്ങനെ അങ്ങ് പോവാം, അങ്ങനെ ഫോളോ ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ളത് നമ്മളോട് ആരൊക്കെയോ പറയുന്നത് പോലെ ആയിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം, ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം അതൊക്കെ ആവശ്യമാണെന്നുള്ളത്. പക്ഷേ നമ്മളത് ചിന്തിക്കാനായിട്ട് നിൽക്കില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഇതാണ് കുറച്ചുകൂടി ഈസി, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങിയത് എന്താണെന്നോ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വിചാരിച്ചതെന്നോ ഒന്നും നമുക്ക് ഓർമ്മയിലേക്ക് വരില്ല കേട്ടോ. മനഃപൂർവ്വം വരാതിരിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്തൊക്കെയോ നമ്മൾ തുടങ്ങി വെക്കും, പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുക. എനിക്ക് മിക്കപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്തുകൊണ്ടാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാത്തത് തന്നെയാണ് കേട്ടോ. കാരണം എന്ത്, എങ്ങനെ, എപ്പോൾ, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ഇരുന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളിത് ശരിക്കും ചെയ്ത് തീർക്കേണ്ടത്, എപ്പോഴും ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവുക. രാവിലെ എഴുന്നേൽക്കുന്നു, എന്തിനാണ് നമ്മൾ ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത്, 5 മണിക്ക് എഴുന്നേൽക്കുന്നത്, 5 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാനില്ലാതെ പെട്ടെന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിരിക്കും. എന്തിനാണ് ഞാൻ എഴുന്നേറ്റ്, അറിയില്ല. അപ്പം നമുക്ക് തന്നെ തോന്നും കുറച്ച് നേരം പൊതച്ചു മൂടി കിടക്കായിരുന്നില്ലേ, ഒന്നും കാര്യമില്ലാതെ വെറുതെ എഴുന്നേറ്റിട്ട് എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് നമ്മൾ എന്തിനാണ് എഴുന്നേൽക്കുന്നത്, നമ്മൾ എന്തിനാണ് ടു ഡു ലിസ്റ്റ് എഴുതുന്നത്, നമ്മൾ എന്തിനാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അതിനൊക്കെ കൃത്യമായിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും, എന്നാൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കാട് കയറി ചിന്തിക്കും, നാളെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, നാളെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, നാളെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വയ്യായിക തോന്നുകയാണെങ്കിൽ, എക്സ്ട്രാ ഓഫീസിലെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ വരികയാണെങ്കിൽ എനിക്കിത് നാളെ ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിക്കും. നാളെ അങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്കൊന്ന് ആലോചിച്ചാൽ മതിയാകും അത്. എന്നാലും നമ്മൾ പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കാട് കയറി അങ്ങ് നാളെ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, മറ്റന്നാൾ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, 2-3 ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെയുള്ളത് അനാവശ്യമായിട്ട് നമ്മൾ ആലോചിക്കും. അത് നമ്മൾ ആലോചിക്കേണ്ട. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇന്ന് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണെന്ന് കരുതാം, വീക്കിലി 2 ദിവസമൊക്കെ ഓഫീസിൽ പോകേണ്ട ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നില്ല. അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് എന്താ പറയുക, ആ ഒരു ദിവസം നമ്മൾ നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ആ ഒരു ദിവസത്തേക്കായിട്ട് മാറ്റാം. ഓക്കെ, അത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്ന സമയത്താണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈവനിങ് ഒക്കെയാണ് മിക്കപ്പോഴും ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ആ ഒരു ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ എനിക്ക് ഞാൻ എഴുതി വെച്ചേക്കുന്ന ആ ഒരു ഈവനിങ് റൂട്ടീനൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ഷൂട്ട് ഉള്ള ദിവസത്തേക്കുള്ളത് ഈവനിങ് റൂട്ടീൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു നമ്മൾ റെഗുലറായിട്ടുള്ള ആ ഒരു റൂട്ടീനിൽ നിന്നും മാറിയിട്ട് ആ ഒരു ഷൂട്ടുള്ള ദിവസത്തെ ഈവനിങ് റൂട്ടീൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് ഓക്കെ, ഇന്ന് ഷൂട്ടുള്ള ദിവസമാണ്, അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് എൻ്റെ ഈവനിങ് റൂട്ടീൻ വരിക എന്നുള്ളത് നമുക്ക് മൈൻഡിലൊരു ക്ലാരിറ്റി ഉണ്ടാവും.
അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു പ്ലാനർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. നാളെ നമുക്കത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെ എന്തെങ്കിലുമൊക്കെ കാര്യം അതിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കതിനൊരു തീരുമാനം ഉണ്ടാക്കാന്നേ. അങ്ങനെ വരുന്നത് വളരെ ചുരുക്കമായിരിക്കും, വെറുതെ നമ്മൾ ആലോചിച്ച് കാട് കയറുന്നതാണ്. അതുകൊണ്ട് നാളെ ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചിട്ട് നമ്മളത് കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്കപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം അധികം എനിക്ക് ഏതാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വർക്ക് ഫ്രം ഹോം ആയതിന് ശേഷമാണ് ഇതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ദിവസമൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ലോഗിൻ ചെയ്യേണ്ടതിന് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ മുമ്പ് എഴുന്നേറ്റ് അങ്ങനെ തന്നെ കുറേ നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അങ്ങനെ തന്നെ ലാപ്പിൻ്റെ മുന്നിൽ അങ്ങിരിക്കും. മോർണിംഗ് റൂട്ടീനൊന്നും കൃത്യമായിട്ട് ചെയ്യാതെ ആ ഒരു നൈറ്റ് ഡ്രസ്സിൽ തന്നെ ചിലപ്പോൾ ഒന്ന് മുടി ചീകിയിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനെ അങ്ങ് വന്ന് ലാപ്ടോപ്പിൻ്റെ മുന്നിൽ അങ്ങിരിക്കും. ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു മുഷിച്ചിലായിരിക്കും. എന്താണ് എന്നൊക്കെയുള്ളത് എല്ലാം മൊത്തത്തിലൊരു കാട്ടിക്കുട്ടലായിരിക്കും. മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, എന്തിനോ വേണ്ടി ചെയ്യുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അത് കറക്റ്റ് ഞാൻ മാറ്റണം എന്ന് ആഗ്രഹിച്ച സമയത്ത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നല്ല പ്രസൻറ്റബിളായിട്ട് നമ്മൾ എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ് പോയിക്കൊണ്ടിരുന്നത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ നല്ല പ്രസൻറ്റബിളായിട്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ നൈറ്റ് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി നല്ല പുറത്ത് പോകുമ്പോഴിടുന്ന ക്ലോത്തൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് മുടിയൊക്കെ ചെയ്ത് ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു പ്രസൻറ്റബിളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം തൊട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മളെ മൈൻഡിൽ വരും. അപ്പം തനിയെ ആ ഒരു കോൺഫിഡൻസ് വരികയും ചെയ്യും. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും. നല്ല ഒരു മൈൻഡ്ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിലുടനീളം മൈൻഡ്ഫുൾ എന്നുള്ളത് നിങ്ങൾ കൂടുതൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ. കാരണം മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പ്രസൻറ്റബിളായിട്ടിരിക്കുക. നമ്മൾ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നതെങ്കിലും, ഇനിയിപ്പം വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ പ്രസൻറ്റബിളായിട്ടിരിക്കുക കേട്ടോ. അത് വല്ലാത്തൊരു ചേഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മീ ടൈം. ആ ഒരു മീ ടൈം ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടം എന്നുള്ളത് അത് ആലോചിച്ചെടുത്തിട്ട് ഒരു മീ ടൈം മസ്റ്റായിട്ട് വേണം കേട്ടോ. നമ്മുടെ കുട്ടികളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, വീട്ടിലെ കാര്യം, ജോലിയുടെ കാര്യം എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടേത് മാത്രമായിട്ടുള്ളൊരു ടൈം നമ്മൾ കണ്ടെത്തുക. അത് ശരിക്കും നമുക്കൊരു എനർജി തരുന്നൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് മീ ടൈം നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാനായിട്ട് ഇഷ്ടം അത് കറക്റ്റ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മുടെ ചുറ്റുപാട് ക്ലീനായിട്ടിരിക്കുക. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ ചുറ്റുപാട് ക്ലീൻ അല്ലാതിരിക്കുന്നതുകൊണ്ടാണ്. അതെന്താണെന്നറിയാം, നമ്മുടെ ചുറ്റുപാട് എപ്പോഴും മെസ്സി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഇനി നമ്മൾ ചെയ്തതൊന്നും കംപ്ലീറ്റ് അല്ല എന്നൊക്കെയുള്ളൊരു ഫീലാണ്. നമ്മളെ മൈൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് നിറയുന്ന പോലെയാണ്. നമ്മൾ ചുറ്റുപാട് എങ്ങനെയാണോ മെസ്സി ആയിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ മൈൻഡും ആ ഒരു സമയത്ത്. എന്നാൽ നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ മൈൻഡും നല്ല ക്ലീനായിരിക്കും, കാമായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ചുറ്റുപാട് എപ്പോഴും ക്ലീനായിട്ട് വെക്കുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉച്ചയ്ക്കൊക്കെ എനിക്ക് പാറുവിനെ സ്കൂളിലൊക്കെ വിട്ട് വന്നതിന് ശേഷം ഉള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവൾ ഉറക്കാൻ കിടക്കുന്ന സമയം, ആ ഒരു സമയം എനിക്ക് ഭയങ്കര ഒരു ലോ എനർജി ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാറുണ്ട്. അതല്ലാതെ ആ ഒരു റെസ്റ്റ് വേണം എന്ന് ബോഡി പറയുന്ന ആ ഒരു സമയത്തും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനായിട്ട് കുത്തി നിറച്ച് വെക്കുകയാണെങ്കിലേ ആ ഒരു സമയത്ത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളെ ഫോഴ്സ് ചെയ്യായിരിക്കും, ഇപ്പം
ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ചിലപ്പോൾ 2 ദിവസം നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കും. 3-ാമത്തെ ദിവസം നമ്മൾ ഫോഴ്സ് ചെയ്താൽ പോലും നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫോക്കസ് കിട്ടില്ല, നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മളെ ആ ഒരു ദിവസത്തെ തന്നെ നമ്മുടെ എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലോ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് റെസ്റ്റ് ചെയ്തതിനെ കൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. മേ ബി നമ്മൾ ആ ഒരു സമയത്ത് കറക്റ്റ് റെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഉച്ച തൊട്ട് രാത്രി വരെയുള്ള സമയം നമ്മുടെ ഭയങ്കര ഒരു ഒരു ഗ്ലൂമി ആയിട്ട് എപ്പോഴും ഒരു അലസത നമുക്ക് ഫീൽ ചെയ്യാം. എന്നാൽ ആ ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആ ഒരു ഉച്ച തൊട്ട് രാത്രി വരെയുള്ള സമയത്തേക്കുള്ള ആ ഒരു എനർജി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലോ എനർജി നിങ്ങൾക്ക് എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ 7-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ. നമ്മൾ ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുക എന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു കാര്യമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ 24 മണിക്കൂറും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു ശീലമല്ല. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നല്ല മൈൻഡ്ഫുള്ളായിട്ട് സ്ക്രോൾ ചെയ്യാനായിട്ട് നമ്മളൊരു സമയം മാറ്റി വയ്ക്കുക. അതിൽ തന്നെ നമ്മൾ എന്ത് കണ്ടൻറ്റാണ് കാണേണ്ടത്, എന്ത് വീഡിയോസാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ വേണം. അല്ലാതെ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വെറുതെ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളും പലരുടെയും കുടുംബ കാര്യങ്ങളും അതും ഇതും അടിയാവുന്നതും ഡിവോഴ്സിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലുപുല്ല് കാര്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, നമ്മുടെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഏതൊക്കെയാണ് അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതൊക്കെ കാണാനായിട്ട് സെപ്പറേറ്റ് ഒരു സമയം മാറ്റി വെക്കുക. പിന്നെ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അല്ലാതെ 24 മണിക്കൂറും വെറുതെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന സ്വഭാവം മാറ്റുക. അത് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്യുന്നത് കുറഞ്ഞോളൂ കേട്ടോ. അടുത്തത് മീ ടൈം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് 8-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരു ടു ഡു ലിസ്റ്റ്. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. ഫ്രൈഡേ ആണ് ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത്. ഈ ഒരു ഫ്രൈഡേ എന്ന് പറയുന്നത് ഞാൻ ചില്ലായിട്ട് ഒരു കാര്യവും അങ്ങനെ ചെയ്യാതെ ആ ഒരു ഹാബിറ്റ്സ് ഒന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ അങ്ങനെ അങ്ങ് കൊടുക്കുന്ന എനിക്കും ഒരു റെസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ ഫ്രൈഡേ ആണ് ഇപ്പോൾ മിക്കപ്പോഴും നല്ല തിരക്കുണ്ടാവാറ്. ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മിക്കപ്പോഴും ഫ്രൈഡേയിലേക്കാണ് എടുക്കാറുള്ളത്. എന്നാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രൈഡേ ആണെങ്കിൽ പോലും നമ്മൾ വർക്കൊന്നും ചെയ്യാത്ത വീക്കെൻഡ് ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഈ ഒരു ദിവസം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് അത് എഴുതുക. പിന്നെ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ എല്ലാത്തിനും സമയം നമ്മൾ കൃത്യമായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് തന്നെ എഴുതുക. അല്ലാതെ നമ്മൾ വെറുതെ മനസ്സിൽ ഒരു ഭാവന അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സാങ്കല്പികമായിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് എഴുതാതിരിക്കുക. നമ്മൾ എത്ര സമയം കൊണ്ടാണോ ഓരോ ടാസ്കും ചെയ്ത് തീർക്കാൻ പറ്റുക, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം എന്നുള്ളത് ഒരു ടൈം വെച്ചിട്ട് തന്നെ ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം പിന്നെ അടുത്ത 10-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജേർണലിങ്, ഹാബിറ്റ് ട്രാക്കറൊക്കെയാണ്. അതായത് ഒരു ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ജേർണലിങ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജേർണലിങ് എഴുതുന്നതിന് മുമ്പ് ആ ഒരു കാര്യങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യും. കൃത്യമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇന്ന് അനാവശ്യമായിട്ട് ദേഷ്യപ്പെട്ടോ, മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ജേർണലിങ് എഴുതാറുള്ളത്. അങ്ങനെയാകുമ്പോൾ ആ ഒരു ദിവസത്തിലുള്ള എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണോ വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണോ എനിക്ക് ചെയ്ത് തീർക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണോ, എങ്ങനെയാണോ ഞാൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നതിലൂടെ എനിക്ക് ആ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് എനിക്ക് കിട്ടും. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഒരു പോലെയും, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന് എന്തൊക്കെയാണോ കാര്യങ്ങൾ വേണ്ടത് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എൻ്റെ ഒരു എൻറ്റയർ ആയിട്ട് ഞാൻ എങ്ങനെയാണ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്, നാളത്തേക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വരുത്തേണ്ടത്, അതൊക്കെ ക്ലിയർ ആയിട്ട് ആ ഒരു ജേർണലിങ്ങിൽ കവർ ചെയ്ത് പോകട്ടോ. പിന്നെ ഹാബിറ്റ് ട്രാക്കർ, ഓരോ ദിവസം കാര്യങ്ങൾ ചെയ്യാനുള്ള ഹാബിറ്റ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ഒരു മൈൻഡൊക്കെ ഒന്ന് കാമായിട്ട് എല്ലാം ചെയ്ത് തീർത്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമല്ലോ, ആ ഒരു സമയത്ത് കറക്റ്റ് നമ്മൾ മൊബൈലിലാണെങ്കിൽ പോലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് മൈൻഡിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു കാര്യം വരുന്ന സമയത്ത് അതും കൂടി മൈൻഡിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ മറന്നിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഹാബിറ്റ്സൊക്കെ ഇങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനത്തെ ഹാബിറ്റ്സൊക്കെ ഫോളോ ചെയ്യുന്നതെന്നുള്ളൊരു തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് ഞാനത് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാനുള്ള കാര്യമാണല്ലേ എന്നൊക്കെയുള്ളൊരു മൈൻഡിലേക്ക് വരും. അത് നമ്മൾ കാര്യങ്ങളൊക്കെ മറന്നു പോവാതെ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച ഹാബിറ്റ്സൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഹാബിറ്റ്സും കാര്യങ്ങളും റൂട്ടീനൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും, ഇനി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.